സിമി ആമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സഫാരിയിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തിരക്ക് തോന്നുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒത്തിരി വാഹനങ്ങളും ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു. സഫാരിക്കുള്ളിലേക്ക് കയറിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് ഓർത്തത് ഓണം വരികയല്ലേ എന്ന്. ഇതാ അവിടെ വാഴയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. 1 ദിർഹമോ മറ്റോ ആണ്. പിന്നെ സഫാരിയിൽ ചെറിയൊരു ഓണച്ചന്ത ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ ഓണം വരുന്നതിന് മുന്നേ പുതിയ മുറവും വട്ടിയും ചട്ടിയും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ചന്ത ഉണ്ടാവാറില്ലേ, പുതിയ പുതിയ സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഇവിടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. പുതിയ മൺചട്ടിയും അതേപോലെ തന്നെ മുറം, പിന്നെ കുട്ട, വട്ടി, അങ്ങനെ എല്ലാ സാധനങ്ങളും അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓണത്തെ ഓർക്കാനായിട്ട് തുമ്പിയും തുമ്പപ്പൂവും വരച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുപോലെ തന്നെ ഓണത്തിന് പായസം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഉരുളി, അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി. എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതും അതുപോലെ തന്നെ നല്ല വെയിറ്റൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. അതേപോലെ തന്നെ ഞാൻ നാട്ടിൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല, ചന്തയിൽ പോകാത്തതുകൊണ്ടായിരിക്കാം. ഈ ഓണത്തപ്പൻ്റെ ആ ഒരു ഇതില്ലേ, നമ്മുടെ പൂക്കളം ഇടുമ്പോഴത്തേക്ക് വെക്കുന്ന സാധനം, ആ സാധനമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഉരുളിയും വളരെ നല്ല ഉരുളി കേട്ടോ. അതുപോലെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണുന്നതാണ് ചന്തയിൽ ഈ കത്തികൾ, അതും ഞാൻ കണ്ടു. അതേപോലെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഈ ഒരു പപ്പടം കുത്തി. കുറേ കാലമായിട്ട് ഞാൻ നോക്കി നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇത് 2 ദിർഹമാണ്. പപ്പടം കുത്തിയായിട്ട് മാത്രമല്ല, നമുക്ക് പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. അതേപോലെ തന്നെ ദാ കുട്ടയും കയറും ഇരിക്കുന്നത് കണ്ടോ. നമ്മുടെ നാട്ടിലല്ലേ ഇതൊക്കെ കാണാറ്. അതേപോലെ ദാ കുട്ടയും പിന്നെ ഈ തൈര് കടയുന്നതിനുള്ള സാധനം, അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നാട്ടിലിപ്പോൾ കാണാനില്ലാത്ത സാധനമാണ് ഈ ഉറിയും കറുത്ത മൺചട്ടിയും ഒക്കെ. അതൊക്കെ ഇതാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാട് വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ നൊസ്റ്റു അടിക്കുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ഇതാ ഈ ഈസ്റ്റേണിൻ്റെ ആൾക്കാരാണ് ഇതാ ഈ വള്ളത്തിൽ സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ഓണം ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പെരുംജീരകം വാങ്ങിച്ചു. ഞാൻ കുറച്ച് മാത്രം വാങ്ങിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തത്. അതുപോലെ തന്നെ കട്ട്ലറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ട് കുറേ കട്ട്ലറ്റ്സ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഞാൻ എന്തായാലും വാങ്ങിയത് ചിക്കനാണ്. ഞാൻ ഇത്തവണയും ഈ ഒരു ഏരിയയിലേക്ക് വരില്ല എന്ന് കരുതിയതാണ്. പോണ്ടാന്ന് വെറുതെ ഒന്ന് പോയി അതുവഴി അങ്ങനെ പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ ഇത് കണ്ടു, ഇത് ഞാൻ വാങ്ങുകയും ചെയ്തു. ഇതാ ഈ ഒരു സോസും ഇതും പിന്നെ 2 കട്ട്ലറ്റുമാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതേപോലെ തന്നെ ഞാൻ അവിടെ കണ്ടതാണ് ഈ കളറിലുള്ള കോളിഫ്ലവർ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പർപ്പിൾ കളറിലുള്ള ക്യാബേജ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കോളിഫ്ലവർ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ ഈ കരിക്ക് കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി സ്ട്രോ ഇട്ട് കുടിക്കാം. എൻ്റെ അറിവിൽ ഇവിടെ അങ്ങനെ അധികം ആരുടെയും കയ്യിൽ വെട്ടുകത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അവർക്കൊക്കെ എളുപ്പമായിരിക്കും ഈ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റും കൂടുതലാണ് കേട്ടോ. ഇത് പക്ഷേ മുന്നേ അവിടെ ഉണ്ടായിരുന്നു എന്തോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇനി അക്കാര്യത്തിലും തീരുമാനമായി. സ്ട്രോയൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ 1-2 അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടി പോയ ഞാനായിരുന്നു. പക്ഷേ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള വേറെയും പല സാധനങ്ങളും എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടുതലായപ്പോൾ എനിക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ സാധനങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് അവിടുത്തെ ട്രോളിയിൽ തന്നെ കൊണ്ടുവരാം. ഒരുപാട് ദൂരത്തോട്ടൊന്നും അവർ അനുവദിക്കില്ല. കാറിൻ്റെ അടുത്ത് വരെയും അല്ലെങ്കിൽ തൊട്ടടുത്ത ഫ്ലാറ്റ് വരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അവർ അനുവദിക്കും. അങ്ങനെ ഞാൻ ആ ട്രോളിയിലാണ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഈ അരിയൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ എനിക്കിത് വളരെയധികം ഉപകാരമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ട്രോളി തിരിച്ചെടുക്കേണ്ട പയ്യനാണ് ഇത്. അവർ ശരിക്കും പറഞ്ഞാൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. ഈ ട്രോളി ഇനി എവിടെയോ കൊണ്ടുവച്ച് തപ്പിപ്പറക്കി തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അവർക്ക് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ട്രോളി എടുക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് എൻ്റെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കാരണം വെയിറ്റ് കൂടുതലാണെങ്കിൽ എനിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ് സൗകര്യം. പക്ഷേ ഞാൻ പറയും അവരോട്, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ തിരിച്ച് കൊണ്ടുവരാമെന്ന്. ഇന്ന് ഈ പയ്യൻ ഉണ്ട് കൂടെ. അപ്പം ആ പയ്യൻ തന്നെയാണ് എനിക്കിത് കയറ്റി തന്നത്. ഞാൻ എന്തായാലും മുകളിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഞാൻ സാധനം എടുത്ത് വെച്ചതിന് ശേഷം തിരിച്ച് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത്.
പക്ഷെ ഞാൻ എപ്പോഴും കാണാറുണ്ട് എൻ്റെ ഫ്ലോറിൽ തന്നെ ഇതുപോലെ ട്രോളി അവിടെ വെച്ചിരിക്കുന്നത്, സാധനം കൊണ്ട് വെച്ചതിന് ശേഷം. അതേപോലെ തന്നെ ഞങ്ങളുടെ താഴെ ആ റിസപ്ഷൻ ഏരിയ പോലത്തെ ഭാഗത്ത് ഈ ഒരു ഏരിയയിലും കൊണ്ടുവച്ചിരിക്കുന്നത് കാണും. ഇത് എടുത്ത് തിരിച്ചു കൊടുക്കേണ്ടത് വാച്ച്മാൻ ആയിരിക്കും, അല്ലാതെ ഇവർക്കറിയില്ല ഏത് ബിൽഡിങ്ങിലാണ് എവിടെയാണെന്ന്. ഇവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ഇതിൻ്റെ കൗണ്ട് കൊടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി. നമ്മൾ എടുത്തതല്ലേ, അത് നമ്മൾ വാച്ച്മാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നതിന് പകരം ഇതിനെ തിരിച്ചത് അവർക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ എത്ര സൗകര്യമായിരിക്കും അല്ലേ? നമ്മുടെ ജോലിയിൽ നമുക്കൊരു ടെൻഷൻ ഉള്ളതുപോലെ ഇവരുടെ ജോലിയിൽ ഇവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? അതുപോലെയാണ് ഈ വരുന്ന ഫ്ലയേഴ്സ്. നിങ്ങളും അവിടെ ഇവിടെയും വലിച്ചു വാരി ഇടുമോ, അത് അയൽവാസിയുടെ സൈഡിലോട്ട് മാറ്റി വയ്ക്കുമോ, അതോ നിങ്ങളുടെ ഡോറിൻ്റെ മുന്നിൽ കിടക്കുന്നതിനെ എടുത്ത് നിങ്ങളുടെ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കളയോ? നമ്മൾ പഠിച്ചവരല്ലേ, നമ്മുടെ വേസ്റ്റ് നമ്മളല്ലേ കളയേണ്ടത്. വാച്ച്മാൻ ഇത് മാത്രമാണോ ജോലി? അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്ക് ബായ്.